ഒരു ഗന്ധർവനെ പോലെ മലയാള സിനിമയിലേക്ക് കടന്നു വരികയും ഒരു ഗന്ധർവനെ പോലെ അപ്രത്യക്ഷമാകുകയും ചെയ്ത പ്രതിഭാധനായിരുന്നു പി പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ തന്നെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. നല്ല കഥാകാരനായിരുന്നു പി പത്മരാജൻ. അതിനേക്കാളും ഈ സാഹിത്യത്തോട് സിനിമ അടുപ്പിക്കാൻ ഒരുപാട് താല്പര്യം കാണിച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളും മിക്കവാറും എല്ലാം വേറിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒട്ടേറെ മറക്കാനാവാത്ത കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടാണ് ചലച്ചിത്രകാരൻ പത്മരാജൻ കടന്നുപോയത്. ഈ പത്മരാജൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സാധാരണ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഈ ജോലി എടുക്കാൻ വിളിച്ചുകൊണ്ട് വന്ന ആൾക്കാർ ഈ ജോലിയിൽ ഇടപെടുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. സിനിമയിൽ അത് വളരെ കൂടുതലാണ്. ഞാൻ ഈ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പത്മരാജൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ ഒരു പ്രത്യേക രംഗത്തിൽ നായക നടൻ തോന്നി ഇതിന് ചില മാറ്റങ്ങൾ വേണം. പത്മരാജന് ഒരു ഉപദേശം കൊടുത്താലോ? സാധാരണ പതിവില്ലാത്ത കാര്യമാണ്. ഒരു വാക്ക് പോലും മാറ്റാൻ പത്മരാജൻ സാധാരണ അനുവദിക്കാറില്ല. അത് നടനാണെങ്കിൽ അയാൾ അഭിനയിച്ചിട്ട് പോകണം. സംവിധായകനായ പത്മരാജൻ അദ്ദേഹത്തിൻ്റെ പണി ചെയ്യും. മാത്രമല്ല അദ്ദേഹം ഈ സിനിമ ടോട്ടലായിട്ട് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രംഗം മാത്രമല്ല എന്ന് വിശ്വസിച്ച പ്രതിഭാധനനും അത് മാത്രമല്ല നല്ല കർക്കശക്കാരനുമായിരുന്നു പത്മരാജൻ. പക്ഷേ ഈ നായക നടന് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ പിറകെ നടന്ന് പറയുക അതിങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റായേനെ, നമുക്ക് അങ്ങനെ മാറ്റിയാലോ. അവസാനം പത്മരാജന് ക്ഷമ കിട്ടുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം അവസാനം ഈ നായക നടനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ മാറ്റം വരുത്തണമെന്ന് വളരെ നിർബന്ധമാണെങ്കിൽ അത് ചെയ്തോളൂ. പക്ഷേ നിങ്ങളുടെ മാറ്റം ആ ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലാത്ത പക്ഷം അത് ഈ കഥാപാത്രത്തിന് ഒരിക്കലും ചേരില്ല എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. എന്തായാലും നടൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കാര്യം നായക നടനല്ലേ. നടൻ ആ മാറ്റമൊക്കെ വരുത്തി അഭിനയിച്ചു തുടങ്ങി. എന്നാൽ താൻ വരുത്തിയ മാറ്റം ആ രംഗത്തിന് ഒട്ടും സ്വാഭാവികത നൽകുന്നില്ല എന്ന് ഈ നടൻ വളരെ വേഗം തിരിച്ചറിഞ്ഞു. മാത്രമല്ല ഏച്ചു കിട്ടിയ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന പോലെ അതിങ്ങനെ മുഴച്ചു നിൽക്കുക. നിങ്ങൾക്കറിയുന്ന പോലെ ഒരാൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും. പക്ഷേ സ്വന്തമായ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരാൾ ആദ്യം മുതൽ അവസാനം എൻ്റെ ABC പഠിച്ചിട്ടിരിക്കുന്ന ഒരാളോട് ആ ഒരൊറ്റ രംഗം വെച്ചിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ ഏച്ചു കെട്ടും, അത് മുഴച്ചിരിക്കും. അപ്പോൾ പത്മരാജൻ അവസാനം ആ സീൻ അയാൾ പറഞ്ഞതുപോലെ അല്ല എടുത്തത്. അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ എടുത്തു. കാരണം നടന് തന്നെ ബോധ്യപ്പെട്ടു തൻ്റെ പരിഷ്കാരം ഇവിടെ ചലിയാവില്ല. എന്നാൽ മറ്റൊരു സംവിധായകനോട് ഇതുപോലെ ഒരു നടൻ കയറി പറഞ്ഞു ഇത് ഇങ്ങനെ മാറ്റിയാൽ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സംവിധായകൻ പറഞ്ഞു താങ്കളുടെ അഭിപ്രായം കൊള്ളാം, പക്ഷേ ഈ സിനിമയെ വേണ്ട, കാരണം ഇതെൻ്റെ സിനിമയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന സംവിധായകരുമുണ്ട്. എന്തായാലും ഈ അസ്ഥാനത്ത് കയറി അഭിപ്രായം പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാര്യം ഒരാൾ എത്രയോ മാസങ്ങളായി അതിൽ കുളിച്ച് നനച്ച് കിടക്കുകയായിരിക്കും, എന്നിട്ടാണ് അദ്ദേഹത്തോട് കയറി അഭിപ്രായം പറയുന്നത്. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കുക, എതിരെ നിൽക്കുന്ന ആരോടാണ് പറയുന്നത്. അനുഭവ സമ്പത്തുള്ള ഒരാളോട് പറയുമ്പോൾ നമ്മൾ 2 തവണ ആലോചിക്കണം. സ്വന്തം കഴിവുകളിൽ അമിതമായ ആത്മവിശ്വാസം കാണിക്കാതെ മറ്റുള്ളവരുടെ അറിവിനെയും നിർദ്ദേശങ്ങളെയും നിങ്ങൾ സ്വീകരിക്കണം.